ഇപ്പോൾ കൊടകരയിൽ ഈ കെട്ടിടം തകർന്നു വീണ് 2 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. റവന്യൂ മന്ത്രി കെ രാജന്റെ ഓഫീസിൽ നിന്ന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ലിവിൻ, അങ്ങനെയാണെങ്കിൽ വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരാളെ കൂടി ഇനി കണ്ടെടുക്കാനുണ്ട്. ബിനിൽ, ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ച പ്രകാരം 2ാമത്തെ ആളും മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റിയ രാഹുൽ ആണ് മരണപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ആദ്യം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പുറത്തെടുത്ത രൂപയിലും കെട്ടിടത്തെ ഈ അപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് വ്യസന നിലയിലാവുകയും ചികിത്സയിൽ തുടരുന്നതിനിടെ മരണപ്പെടുകയും ചെയ്തു. ഇപ്പൊ 2ാമത്തെ ആളെയും അല്പസമയങ്ങൾക്ക് മുൻപ് രക്ഷപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാഹുൽ എന്ന ബംഗാൾ സ്വദേശി തന്നെയാണ് 2ാമത് മരിച്ചയാൾ. 3ാമത് ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ദാരുണമായ സംഭവം എന്ന് തന്നെ വേണം പറയാൻ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി കേരളത്തിൽ ജോലി ചെയ്ത് താമസിച്ചു വരുന്നതിനിടെ ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത ഒട്ടേറെ സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നവരുണ്ട്. അവർക്കൊക്കെ ഭീഷണിയാകുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്നതും വൃത്തിഹീനവുമായ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിലേറെ പേരും താമസിക്കുന്നത്. നമുക്ക് അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പെരുമ്പാവൂർ അടക്കമുള്ള പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളുടെ ഒരു ബലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉറപ്പായും ലെവിൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മോശമാണ്. പലയിടത്തും പല ആളുകൾ ആരൊക്കെയാണ് വന്ന് താമസിക്കുന്നത് എന്ന് പോലും പലർക്കും അറിയാത്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പലവിധ പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അവർ മടങ്ങി വരാതിരിക്കുകയോ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ പെടുകയോ ചെയ്യുമ്പോഴൊക്കെയാണ് പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ അക്കൗണ്ടബിളായി ചെയ്യേണ്ട കാര്യമാണ്. 2 മനുഷ്യരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ ഉടമ ആരാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആയിട്ടുണ്ടോ ലെവിൻ? അത്തരം വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദേശീയപാതയിലെ വലിയ ബ്ലോക്ക് നമുക്കും വലിയ തടസ്സമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം. അത്തരം വിവരങ്ങൾ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അതിവേഗത്തിൽ തന്നെ ശേഖരിക്കാനാകും. ഏതായാലും ഈ 3ാമത് ആളെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തെ കൂടെ ജീവനോടെ രക്ഷിച്ചെടുക്കാനാകുമെന്നുള്ളൊരു നേരിയ പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തെ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിവേഗം ഈ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ബിനിൽ.